ഞാൻ ഇറങ്ങുകയാണ്. ഇതാണ് കണ്ടോ, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സായിരാങ് സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ഇത് അരുണാചലിൽ നിന്നുള്ള ആളാണ്. അങ്ങനെ സായിരാങ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വണ്ടി ഇറങ്ങി. എന്നാൽ മനുഷ്യർ, സോ എന്നാൽ കുന്നുകൾ, റാം എന്നാൽ നാടെന്ന് അർത്ഥം. അതെ, മലമുകളിലെ നാട്ടിലെ മനുഷ്യരെ കാണാനാണ് വില്ലേജ് കോമ്പസിന്റെ ആദ്യ യാത്ര. മലകളും മലമടക്കുകളുമായി ഉയർന്നതും താഴ്ന്നതുമായ ഭൂപ്രകൃതിയുള്ള നാട്. ആ നാട്ടിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് സായിരാങ്. അതുവരെ അന്നാട്ടിലെ പലരും ട്രെയിൻ കാണുകയോ ട്രെയിനിൽ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഈ ട്രെയിനിൽ കയറിയത് ഗുവാഹത്തിയിൽ നിന്നാണ്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയ യാത്രയാണ് കേട്ടോ. നേരം വെളുത്തിട്ടും ട്രെയിൻ അസം അതിർത്തി കടന്നിട്ടില്ല. അസമിന്റെ പച്ചപ്പിലൂടെ ട്രെയിൻ കടന്നു പോകവേ കോച്ചുകൾ കാലിയായി തുടങ്ങി. ഗുവാഹത്തിയിൽ പഠനത്തിന് പോയ മിസോ വിദ്യാർത്ഥികളാണ് പിന്നീട് ട്രെയിനിൽ അവശേഷിച്ചത്. ആസാമിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക. ഇപ്പോൾ കുറച്ച് നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആസാം തീരും, പിന്നെ മിസോറാം തുടങ്ങും. മിസോറാമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന അരുണാചലുകാരൻ പേടിപ്പിച്ചു. മിസോറാമുകാർ ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്തവരാണ്. മിസോ ഭാഷ മാത്രമേ അവർ സംസാരിക്കൂ. Usually in Mizoram, they speak their own local dialects. Like if you are like a traveler, you are new here, you will face a like language barrier. They don't speak much English and Hindi. They prefer to speak their own language, which is Mizo. So mostly people from outside, they face such problem usually, like language barrier. സായിറാങ്ങിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു. മലകൾ തുരന്നു നിർമ്മിച്ച 48 തുരങ്കങ്ങളുണ്ട് ഈ പാതയിൽ. ഒപ്പം 55 വലിയ പാലങ്ങളും 87 കുഞ്ഞു പാലങ്ങളും കൂടി ചേർന്നാണ് ഈ യാത്ര നമ്മളെ മിസോറാം തലസ്ഥാനമായ ഐസ്വാളിന്റെ 20 കിലോമീറ്റർ അടുത്തുവരെ എത്തിക്കുന്നത്. പറയാൻ മറന്നു, പാലങ്ങളിൽ ഒന്നിന് 104 മീറ്ററാണ് ഉയരം. അതായത് നമ്മുടെ കുത്തബ് മിനാറിനേക്കാൾ ഉയരമെന്ന് സാരം. രാവിലെ 9:30 ട്രെയിൻ 1 മണിക്കൂർ വൈകി സായിറാങ്ങിൽ എത്തിച്ചേർന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് അധിക നാൾ ആയിട്ടില്ലാത്തതിനാൽ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയും ഭംഗിയുള്ളതുമായും കാണപ്പെട്ടു. ഞാൻ ഇറങ്ങുകയാണ്. ഇതാണ് കണ്ടോ, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സായിരാങ് സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ഇത് അരുണാചലിൽ നിന്നുള്ള ആളാണ്. എന്നെ പേടിപ്പിച്ചില്ല, ഇവിടെ ഉള്ളവർക്ക് ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളാണ്. ഓക്കെ, അങ്ങനെ സായിരാങ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വണ്ടി ഇറങ്ങി. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കാണിക്കേണ്ടത്, എടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം. ഐസ്വാൾ സിറ്റിയിലേക്ക് 20 കിലോമീറ്റർ 1.5 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. 200 രൂപയാണ് ഷെയറിംഗ് സുമോയിൽ ഒരാൾക്ക്. ഡ്രൈവർ ഉൾപ്പെടെ 10 പേർ വണ്ടിയിലുണ്ടാവും. ഈ വണ്ടിയില്ല കേട്ടോ, എനിക്ക് സ്ഥലം ഞാനിതിലിരിക്കാൻ പോകും.
ഒടുവിൽ ഞാൻ മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ എത്തിച്ചേർന്നു. താമസ സ്ഥലത്ത് പോയി കുളിച്ച് റെഡിയായി ഞാൻ പട്ടണം കാണാൻ ഇറങ്ങി. നല്ല വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ ഒരു കടയിൽ കയറി സാംപിയോ ഓർഡർ ചെയ്തു. പേര് കേട്ട് ആരും ഞെട്ടണ്ട, നമ്മുടെ കഞ്ഞി പോലൊരു സംഭവമാണ്. ചിക്കൻ പീസും കുറച്ച് ഹേർബ്സും അരി കൊണ്ടുണ്ടാക്കുന്ന മുറുക്കു പോലൊരു സംഭവമൊക്കെ ചേർത്ത ഭക്ഷണമാണ്. നല്ല രുചിയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാനൊരു ടാക്സി പിടിച്ചു. നല്ല തിരക്കുള്ള നഗരമാണ് ഐസ്വാൾ. ട്രാഫിക് കുരുക്ക് രൂപപ്പെടുത്താതെ വരി തെറ്റിക്കാതെയാണ് ആളുകൾ കടന്നു പോകുന്നത്. 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോണത്. 100 രൂപയാണ് ചാർജ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബൈക്ക് ടാക്സി ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്ക് ടാക്സി പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ സിറ്റിയിൽ ഐസ്വാൾ സിറ്റിയിലൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നല്ല 1 വേ ട്രാഫിക് കണ്ടോ, വരി തെറ്റിക്കാതെ ട്രാഫിക് കണ്ടോ. ആൾക്കാരും പിന്നെ ക്രോസ് ചെയ്ത് കയറില്ല കേട്ടോ, ഓവർടേക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ആരും ഓവർടേക്ക് ചെയ്യില്ല, എല്ലാവരും നിരയായി അടിപൊളിയായിട്ട് ട്രാഫിക് റൂൾസ് ഒക്കെ അനുസരിച്ച് പോകുന്ന ഇന്ത്യയിലെ അപൂർവം സിറ്റികളിൽ ഒന്നാണ് ഐസ്വാൾ. ഐസ്വാളിലെ തെരുവുകളിൽ കച്ചവടക്കാരെല്ലാം സ്ത്രീകളാണ്. ഇതവർ പച്ചക്കറി ഉൽപ്പന്നങ്ങളും മറ്റും വിൽക്കുന്ന ഒരു തെരുവാണ്. ഇവിടെ എന്തും വിൽക്കാം, വാങ്ങാം. പിടക്കുന്ന ഞണ്ടും ചെമ്മീനും പോർക്കും ബീഫും എല്ലാം ഇവിടെ കിട്ടും. സ്ത്രീകളാണ് മിസോറാമിൽ കുടുംബം നിയന്ത്രിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ മിസോ സ്ത്രീകൾ നിരന്തരം പരിശ്രമിക്കുന്നു. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലും പുരുഷന്മാരെക്കാൾ സ്ത്രീ സാന്നിധ്യം കാണാനാകും. നഗരത്തിൽ മാത്രമല്ല, നമ്മൾ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്താലും ഇത് തന്നെയാണ് സ്ഥിതി. കൃഷിയിടങ്ങളിൽ പണിയെടുക്കാനും നിർമ്മാണ തൊഴിലിനുമൊക്കെ പുരുഷ സാന്നിധ്യം കാണാം. എന്നാൽ കടകളുടെയൊക്കെ നടത്തിപ്പുകാർ എപ്പോഴും സ്ത്രീകൾ തന്നെ ആയിരിക്കും. അരുണാചലുകാരൻ പറഞ്ഞ ഭാഷാ പ്രശ്നം ഞാൻ പലയിടത്തും നേരിട്ടു കേട്ടോ. പഴയ തലമുറയിലെ ആളുകൾക്ക് മിസോ ഭാഷ മാത്രമേ വശമുള്ളൂ. എന്നാൽ പുതുതലമുറ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ മിസോ മാത്രമേ ഉള്ളൂ. അറിയാവുന്ന ഭാഷയൊക്കെ ഒപ്പിച്ച് സംസാരിച്ച് ഞാൻ ഐസ്വാളിൽ ഒരു ദിവസം ജീവിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഗ്രാമങ്ങളിലേക്കാണ് യാത്ര. ദ വില്ലേജ് കോമ്പസ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും യാത്രയിൽ ഒപ്പമുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.